അതാ വിഷയം. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുമോ? മാത്രമല്ല, ഈ മനുഷ്യരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജിന്ന് കയറോ? വ്യഭിചരിക്കുന്നതിൽ വരെ ജിന്ന് കയറോ? നമുക്ക് അതിനെങ്കിലും തെളിവ് പറയുന്നത്. വ്യഭിചാരത്തിൽ ഒരാണും പെണ്ണും വ്യഭിചരിക്കുന്നു, അതിനിടയിൽ ജിന്ന് കയറോ? പിശാച് കയറോ? പിശാച് വ്യഭിചരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, രണ്ടാളെയും മനസ്സിനെ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഇയാൾ പറഞ്ഞ ഏർപ്പാടിൽ പങ്കെടുക്കുന്ന. എന്നിട്ട് ഈ ഇവിടെ വ്യഭിചരിച്ച സ്ത്രീകൾ വരെ ഒരു ജിന്നിന്റെ പിശാചിന്റെ കുട്ടിനെ പ്രസവിച്ചു എന്ന് ഇക്കാലം വരെ കേട്ടിട്ടില്ല, ഇന്നുവരെ കേട്ടിട്ടില്ല. ഒരു DNA ടെസ്റ്റിലും അങ്ങനത്തെ ഒരു വിഷയം ഉയർന്നു വന്നിട്ടില്ല. എന്നിട്ട് ഇവര് പറയാ ജിന്നുകളിലും കുട്ടികളുണ്ടാവും, മനുഷ്യന്മാരിലും കുട്ടികളുണ്ടാവും. മാത്രല്ലോ ഞാൻ പറഞ്ഞൊക്കെ ഇതിൻ്റെ ഒക്കെ പോക്കാൻ കേട്ടാലോ, ഇതൊക്കെ പെണ്ണുങ്ങളെ നേരെ. ആണുങ്ങളായിട്ട് ഇങ്ങോട്ടുള്ള ഒരൊറ്റ ജിന്നുമില്ല കേട്ടോ, ഒക്കെ പെണ്ണുങ്ങളായിട്ടാ. കരുതിക്കോളി മക്കളെ, ജമീൽ ടീച്ചർ നേരത്തെ കഴിച്ചില്ലാൻ തീരുമാനിച്ചിന്. വേണമെങ്കിൽ രക്ഷപ്പെട്ടോളി, സമയമായിക്കണ്. ഓരോ ടീമിന്ന് വേഗം കഴിച്ചിലാണ്ട നേരായിട്ടുണ്ട്. എന്നിട്ട് ഇതിന് തെളിവെന്താ? ഖുർആനിലെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഞാൻ അന്ന് വിശദീകരിച്ചാണ് വിഷയം. ഇയാൾ പറഞ്ഞത് അത് സ്വർഗത്തില് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന ഇണകളെ കുറിച്ചാണ്. ആര് പറഞ്ഞു? സ്വർഗത്തില് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന ഇണകളെ കുറിച്ച് മാത്രമാണോ അത്? അല്ലല്ലോ, സ്വർഗത്തിലെ മനുഷ്യർക്കും ജിന്നുകൾക്കും ലഭിക്കുന്ന ഇണകളെ കുറിച്ച് സംസാരിച്ചത്. കാരണം ആ സൂറത്തിലെ അഭിസംബോധന തന്നെ ജിന്നുകളോടും മനുഷ്യരോടും ഒരുമിച്ചാണ്. അതിലെ പിന്നെ കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ ജിന്നുകളോടും മനുഷ്യരോടാ. നമുക്കറിയാത്ത സംഗതിയല്ലല്ലോ. രണ്ടു വർഗത്തെയും വിളിച്ചാണ് ചോദിച്ചത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആയത്തുള്ളത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിടത്ത് സ്വർഗത്തിൽ ജിന്നുകൾക്ക് ജിന്നുവർഗത്തിൽപ്പെട്ട ഇണകളെ കിട്ടും, മനുഷ്യർക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ട ഇണകളെ കിട്ടും. ജിന്നുകൾക്ക് ലഭിക്കുന്ന ജിന്നുവർഗത്തിൽപ്പെട്ട ഇണകളെ ദുനിയാവിൽ വെച്ച് ഒരു ജിന്നും സ്പർശിച്ചിരിക്കില്ല. മനുഷ്യർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട ഇണകളെ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല. നേർക്ക് നേരെ ചിന്തിച്ചാൽ ദുഷ്ടബുദ്ധി അല്ലെങ്കിൽ അതാ മനസ്സിലാവുക. അല്ല, തിരിച്ചാണ് പറയുന്നെങ്കിൽ ദുനിയാവില് ജിന്നുകളെ മനുഷ്യ പുരുഷന്മാര് ജിന്നുകളായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടൂലേ? ഇതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. കൂടെ കൊണ്ടുനടക്കണം എന്താന്നൊക്കെ ഇനിയിപ്പോൾ അന്വേഷിക്കണം. കാരണം മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ തിരിയില്ലല്ലോ അതെന്താ മുതൽ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ നിലക്ക് ഖുർആനെ വ്യാഖ്യാനിച്ചിട്ട് അവനവനെ ഒപ്പിച്ച് വ്യാഖ്യാനിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ അത് തിരുത്തിനോ? ഈ പറഞ്ഞു തിരുത്തിനോ? ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും മറുപടി മൗലിയരോട് പറഞ്ഞണോ? പോട്ടെ, അബ്ദുറഹ്മാൻ സലഫി ഒരു അക്ഷരം മിണ്ടീണോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇനി ഉണ്ടാവോ? നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞത്? മാത്രല്ല, നിങ്ങൾ ശബാബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ശബാബിനുണ്ടോ? ജിന്നിലും കുട്ടികളുണ്ടാവും, മനുഷ്യരിലും കുട്ടികളുണ്ടാവും എന്ന് ശബാബ് എഴുതിയിട്ടുണ്ടോ? ഇ.കെ. മന്നൂർ എഴുതിയ കാലത്തെങ്കിലും ഒരു ഉദരം ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ? ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നതിൽ എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ സംശയിക്കുന്നത് ഇത് വെറും അറബിക്ക് വേണ്ടി മാത്രമൊന്നും അല്ല, വേറെ എന്തോ താല്പര്യമുണ്ട് ഇതിന്റെ പിന്നിൽ. അത് ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നത് ഒരു വല്ലാതെ വൈകാതെ, ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ടൊക്കെ ഇത് പുറത്തു വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനി വാണേ മൗലവി പറയും കരിമ്പുലാക്കൽ പ്രവചിക്കുകയാണ്. പ്രവചിക്കല്ല, ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. വിവരം ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്തു വിടുന്നുണ്ട്.